ഈ ലോഹിതദാസ് എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലോട്ട് വരുന്നതാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഐക്കോണിക് ക്യാരക്ടർ കിരീടം ചെങ്കോൽ ഇതെല്ലാം. ആദ്യത്തെ ആ ഒരു ഇപ്പൊ നമ്മൾ തമാശക്കാണ് ആ ഡയലോഗ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പത്തെ പിള്ളേർക്ക് അറിയാവുന്ന ഒരു ഡയലോഗാണ് കത്തി താഴെയിടടാ എന്നൊക്കെ പറയുന്നത്. അത് തമാശക്കാണെങ്കിൽ പോലും ഇപ്പത്തെ പിള്ളേര് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഡയലോഗാണ് നിനച്ചന പറയുന്ന കത്തിത. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ സിനിമ കാണുമ്പോഴും ഇമോഷണലി തിലകൻ ചേട്ടനാണെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ മോഹൻലാൽ അച്ഛൻ മകൻ ആ ഫീലും ആയിട്ട് കഥയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടും. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടതായിരുന്നു, ചെങ്കോലിലാണെന്ന് തോന്നുന്നു, ഈ എല്ലാം നഷ്ടപ്പെട്ട് വരുന്നു, എന്താ പറയാ വില്ലനായ മോൻ, അത്ര പോലീസ് ആവേണ്ട മോൻ ഇപ്പൊ ഒരു റൗഡിയായി. അപ്പൊ പൈസയുടെ വന്നിട്ട് എന്താ പറയാ അച്ഛൻ തിലകൻ അച്ഛൻ പെങ്ങളെ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആ ഒരു അയക്കുന്നത്. അപ്പൊ പലരും പറഞ്ഞു അതൊരു ഒരു ഒരു ഫോൾട്ട് ആണല്ലോ ലോഹിതദാസിന്റെ ആ ക്യാരക്ടറിന്. അത് അന്ന് കുറെ പേർക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. ആ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു അന്ന്. ഈ ഒരു റീസൺ കൊണ്ടാണ് അത് ഫ്ലോപ്പ് ആവാൻ കാരണം. പിന്നെ അതിന്റെ ചെങ്കോലിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുശേഷം ഈ അടുത്തൊക്കെ ചർച്ചകൾ വന്നിരുന്ന കിരീടം സിനിമയിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചെങ്കോലിൽ വന്നപ്പോൾ നെഗറ്റീവായി, കിരീടത്തിലെ നെഗറ്റീവ് ആളുകൾ ചെങ്കോലിൽ പോസിറ്റീവായി. അതായത് ഇപ്പൊ ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ തിലകൻ സാറിന്റെ ഒക്കെ ക്യാരക്ടർ ഈ ഇതിലെ ചെങ്കോലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ നെഗറ്റീവായി. കിരീടത്തിൽ കൊടും വില്ലനായിരുന്ന ജോണി, രണ്ട് കൈയും പോയിട്ടൊരു പാവം ക്യാരക്ടറാണ് ചെങ്കോലില്. കീരിക്കാടൻ ജോസിനെ നമ്മൾ അതിൽ ക്രൂരനായി കണ്ടു, ഇതിൽ അദ്ദേഹത്തിൽ ഒരു പോസിറ്റീവ് അംശം. അപ്പൊ നേരെ ഒരു ഉൾട്ടയാണ് അതില് വന്നിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ലൈഫ് ചേഞ്ച് ആവുമല്ലോ. അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ തിലകൻ എന്ന് പറയുന്നത് അത്രയും റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അത്രയും പ്രൗഡ് ഫാദർ ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്നൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തതായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ പോസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് തിലകന്റെ ലോഹിതദാസിന്റെ പടം മീൻസ് ചെങ്കോല് ഫ്ലോപ്പ് ആകാൻ കാരണം ഈ തിലകന്റെ ക്യാരക്ടർ ഇങ്ങനെ അന്ന് കുറെ പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് സിനിമയ്ക്ക് അകത്തുള്ളവർ തന്നെ പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട്, അന്ന് അവർക്കും അത് കണ്ടിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്കൊണ്ട് ലോഹിതദാസിനൊക്കെ വളരെ സിൻസിയറായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ ലോഹിതദാസിന് വേറെ കഴിവാണ് നിമിഷ നേരം കൊണ്ട കഥ. അതായത് ഇപ്പൊ ഭരതത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഭരതം ഷൂട്ടിംഗ് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് 2 ദിവസം മുമ്പാണ് അവര് ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു കഥ ഉണ്ടായിരുന്നു, ഒരു അച്ഛനും മകന്റെയും കഥ. ആ സിനിമ പോലെ വേറൊരു സിനിമ അതിന് മുമ്പ് റിലീസായിട്ടുണ്ടായിരുമ്പോൾ പെട്ടെന്ന്, അതായത് അന്ന് രാവിലെ ഒരു 10 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഇവർ പുതിയൊരു കഥ ഉണ്ടാക്കി എടുത്തതാണ് ഭരതം. അത് ശരിക്കും സിബിമലയിലെ ഫാമിലിയിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഒരു ചേട്ടൻ മരിച്ചത് അറിഞ്ഞിട്ട് അത് പുറത്ത് പറയാതെ കല്യാണം നടത്തിയ ഒരു ഇൻസിഡന്റിന് ബേസ് ചെയ്തിട്ട് ഇവരങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു ഡെവലപ്പ് ചെയ്ത കഥയാണ് ഭരതം. പക്ഷെ അന്ന് 91 അവരാദ്യം അന്ന് ഉദ്ദേശിച്ചിരുന്ന കഥ വർഷങ്ങൾക്ക് ശേഷം ലോഹിതദാസ് വേറെ തരത്തിലെടുത്തു. അതാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങള്. അത് വേറെ തരത്തിൽ ജയറാം തിലകൻ എന്നുള്ള രീതിയിലെടുത്തു.